ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ വലിയ രീതിയിലുള്ള സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടും. താനൂരിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. താനൂരല്ലാതെ തന്നെ അതാണ് ജാഥയുടെ അനുഭവം. ചാക്കുമത്തായ രീതിയിലുള്ള മുന്നേറ്റം ഈ പറയുന്ന മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ തീർക്കാനാവുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അനുഭവം. ഇനി ഇവിടെ 4 മണ്ഡലം മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ മണ്ഡലങ്ങളും ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാമായിട്ട് വലിയ സ്വീകരണങ്ങളോടുകൂടി പരിപാടി അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇന്ന് 2 എണ്ണം ഉണ്ട്, നാളെ 1 കൂടിയുണ്ട്. 3 എണ്ണം കഴിഞ്ഞാൽ തീർന്നു. മലപ്പുറം ജില്ലയിലെ 16 ആ 16 മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല സ്വാധീനമുണ്ട്. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തോറ്റപ്പോഴും നല്ല രീതിയിലുള്ള വോട്ട് നമുക്ക് കുറവ് വന്നപ്പോഴും ഞാൻ പറഞ്ഞു 10 ലക്ഷത്തോളം വോട്ട് മുസ്ലിങ്ങളുടെ കേന്ദ്രം എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിൽ നേടാൻ കഴിഞ്ഞ മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് മറക്കണ്ട. 10 ലക്ഷം. ഇപ്പൊ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഇനി ഒരു ഭാഗം അല്ലാത്തവരുടെയും എല്ലാം വോട്ട് നേടാൻ സാധിച്ചിട്ടുണ്ട്. ഏറ്റക്കുറച്ചിലുണ്ടായി എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചതുപോലെ വിജയം നേടിയിട്ടില്ല എന്നുള്ളതും ശരിയാണ്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്രാവശ്യം ഈ ജാഥക്ക് 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയ സ്വീകരണം ഈ മണ്ഡലങ്ങളിലെല്ലാം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വർഗീയത വെച്ച് കേരളത്തിൽ നിങ്ങളുടെ സീറ്റ് വർദ്ധിപ്പിക്കാനാവൂ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ പുറപ്പെടുന്നതെങ്കിൽ ദൂരവ്യാപകമായ ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് മാത്രമേ UDF-നോട്, ലീഗിനോട്, കോൺഗ്രസിനോട് ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വർഗീയതക്കെതിരായ പോരാട്ടം സംഘടിപ്പിച്ചുകൊണ്ട് സംഘടിതമായിട്ട് മുന്നോട്ടേക്ക് പോകുക തന്നെ ചെയ്യും. അത് ന്യൂനപക്ഷ വർഗീയതയായാലും ഭൂരിപക്ഷ വർഗീയതയായാലും. ഭൂരിപക്ഷ വർഗീയതയാണ് ഏറ്റവും അപകടകാരിയായ വർഗീയത എന്ന് ഞങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്.